ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരായ മുകേഷ് അംബാനിയെയും ഗൗതം അദാനിയെയും സമ്പത്തിന്റെ കാര്യത്തിൽ മറികടന്ന് മുന്നേറുക എന്നത് നിസ്സാര കാര്യമല്ല. 55 വയസ്സുവരെ ഒരു കുടുംബിനിയായി ഭർത്താവിന്റെ തണലിൽ ജീവിച്ചിരുന്ന വ്യക്തി ഭർത്താവിന്റെ മരണത്തോടെ അദ്ദേഹത്തിന്റെ ബിസിനസ് ഏറ്റെടുത്ത് നടത്തി വിജയത്തിലെത്തിക്കുക എന്നതും നിസ്സാരമല്ല. അങ്ങനെ നിസ്സാരമല്ലാത്ത കാര്യങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിച്ചാണ് സാവിത്രി ജിൻഡാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ശതകോടീശ്വരി എന്ന നിലയിലേക്ക് വളർന്നത്. 2023 സമ്പദ് വർധനയുടെ കാര്യത്തിലാണ് OP ജിൻഡാൽ ഗ്രൂപ്പ് ഉടമയായ സാവിത്രി ജിൻഡാൽ അംബാനിയെയും അദാനിയെയും മറികടന്നിരിക്കുന്നത്. 2023 ആസ്തിയിൽ സാവിത്രി ജിൻഡാൽ $960 കോടി വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാവിത്രി ജിൻഡാലിന്റെ സാമ്പത്തിക വർധനയുമായി താരതമ്യം ചെയ്യുമ്പോൾ പകുതി സമ്പത്തോളം മാത്രമാണ് മുകേഷ് അംബാനിക്ക് വർദ്ധിപ്പിക്കാനായത്. 55 വയസ്സുവരെ ഭർത്താവ് ഓം പ്രകാശ് ജിൻഡാലിന്റെ ഭാര്യയായി മക്കളുടെയും ഭർത്താവിന്റെയും കാര്യങ്ങൾ നോക്കി തികച്ചും ഒരു കുടുംബിനിയായി കഴിയുകയായിരുന്നു സാവിത്രി ദേവി. പുരുഷന്മാർ മാത്രം ഭരിച്ചിരുന്ന സ്റ്റീൽ വ്യവസായ രംഗത്തേക്കുള്ള സാവിത്രിയുടെ കടന്നുവരവ് അപ്രതീക്ഷിതമായിരുന്നു. അതിന്റെ കാരണം തന്റെ ഭർത്താവും ഇന്ത്യയിലെ സ്റ്റീൽ വ്യവസായ ഭീമനുമായ ഓം പ്രകാശ് ജിൻഡാലിന്റെ ആകസ്മിക മരണവും. ഭർത്താവ് ഉണ്ടായിരുന്നപ്പോൾ ഒരു ബിസിനസ് മീറ്റിംഗിൽ പോലും പങ്കെടുത്ത പരിചയമില്ലാത്ത സാവിത്രി ദേവി ബിസിനസിന്റെ ബാലപാഠം പോലും അറിയാതെയാണ് ജിൻഡാൽ ഗ്രൂപ്പിന്റെ ചുമതല ഏറ്റെടുക്കുന്നത്. തങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീകൾ ബിസിനസ് കാര്യങ്ങളിൽ ഇടപെടാറില്ലെന്നും അത്തരം കാര്യങ്ങളുടെ ഉത്തരവാദിത്വം പുരുഷന്മാർക്കാണെന്നും അവർ ബിസിനസ് കാര്യങ്ങൾ നോക്കുമ്പോൾ താനടക്കമുള്ള സ്ത്രീകൾ വീട്ടുകാര്യങ്ങൾ നോക്കുന്നതാണ് തങ്ങളുടെ കുടുംബത്തിലെ പതിവെന്നും വർഷങ്ങൾക്ക് മുൻപ് ഫോബ്സ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ സാവിത്രി പറഞ്ഞിരുന്നു. അസമിലെ തിൻസുക്കിയയിൽ 1950 സാവിത്രി ജനിക്കുന്നത്. ബിസിനസിന് പുറമെ രാഷ്ട്രീയത്തിലും അവർ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. 2021 ശതകോടീശ്വര പട്ടികയിൽ 7ാം സ്ഥാനത്തായിരുന്നു സാവിത്രി ജിൻഡാൽ. കമ്പനി വൻ തിരിച്ചടികൾ നേരിട്ട കാലം കൂടിയായിരുന്നു അത്. ആഗോള ലക്ഷ്യം വെച്ച് പുതുമയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് തിരിച്ചടികളെ അനായാസം നേരിട്ട് 2 വർഷം കൊണ്ട് $12 ബില്യൺ അറ്റമൂല്യം വർദ്ധിപ്പിച്ച് 3 ഇരട്ടി വളർച്ച നേടിക്കൊണ്ടാണ് ചൈനയിലെ യാങ് ഹ്യുവാനെ പിന്തള്ളി സാവിത്രി ജിൻഡാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ശതകോടീശ്വരിയായത്. 2005 കമ്പനിയുടെ ചുമതല ഏറ്റെടുക്കുമ്പോൾ കാര്യങ്ങളൊന്നും അത്ര സുഖമുള്ളതായിരുന്നില്ല. 2008 വന്ന ആഗോള മാന്ദ്യം കൂടിയായപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി തകിടം മറിഞ്ഞു. ഹരിയാനയിലെ ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു ഓം പ്രകാശ് ജിൻഡാലിന്റെ ജനനം. കുട്ടിക്കാലം മുതലേ അദ്ദേഹത്തിന് എഞ്ചിനീയറിംഗിനോടായിരുന്നു താല്പര്യം. 22ാം വയസ്സിൽ ഹിസാറിൽ ബക്കറ്റ് നിർമ്മാണ യൂണിറ്റ് സ്ഥാപിച്ച് വ്യവസായ രംഗത്തേക്ക് ചുവടുവെപ്പ് നടത്തിയ ഓം പ്രകാശ് ജിൻഡാൽ 1964 ജിൻഡാൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ പൈപ്പ് നിർമ്മാണ കമ്പനി സ്ഥാപിച്ചു. പിന്നാലെ ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ ലിമിറ്റഡ്, ജിൻഡാൽ സൗത്ത് വെസ്റ്റ് സ്റ്റീൽ, ജിൻഡാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ തുടങ്ങി പുതിയ കമ്പനികളും വരവറിയിച്ചു. ഓരോന്നും വലിയ വിജയമായി മാറിയതോടെ ഇന്ത്യൻ ബിസിനസ് ലോകത്തെ പ്രമുഖനായി ഓം പ്രകാശ് ജിൻഡാൽ വളർന്നു. രാഷ്ട്രീയത്തിലും വിജയം കണ്ട ഓം പ്രകാശ് ജിൻഡാൽ ഹരിയാന മന്ത്രിയുമായി. 2005 മന്ത്രി പദവിയിലിരിക്കെ ഹെലികോപ്റ്റർ അപകടത്തിലാണ് ഓം പ്രകാശ് മരണപ്പെടുന്നത്. എല്ലാം നോക്കി നടത്തിയിരുന്ന ഭർത്താവ് പെട്ടെന്നൊരു ദിവസം ഇല്ലാതായതോടെ സാവിത്രി ദേവിയുടെ മുന്നിൽ 2 വഴികളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ ഓം പ്രകാശ് ജിൻഡാലിന്റെ വിധവയായി വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടുക, അല്ലെങ്കിൽ അതുവരെ അദ്ദേഹം തുടങ്ങിയതും വളർത്തിയതുമായ ബിസിനസ്സുകളെല്ലാം ഏറ്റെടുത്ത് കൂടുതൽ മികവുറ്റതാക്കുക. കമ്പനിയുടെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് സാവിത്രി ജിൻഡാൽ വന്നതിനു പിന്നാലെയുള്ള വർഷങ്ങളിൽ വിറ്റുവരവിൽ വർധന രേഖപ്പെടുത്തി. 4 ആൺമക്കൾക്കും തുല്യ ഉത്തരവാദിത്വം വീതിച്ചു നൽകിയ സാവിത്രി മക്കൾക്കിടയിൽ കലഹമുണ്ടാകാതിരിക്കാൻ ചെയർപേഴ്സൺ പദവി തന്റെ കയ്യിൽ തന്നെ ഉറപ്പിച്ചു നിർത്തി. 2016 ഇന്ത്യയിലെ ധനികരുടെ പട്ടികയിൽ 16ാം സ്ഥാനത്തായിരുന്നു സാവിത്രി ജിൻഡാലിന്റെ സ്ഥാനം. 7 വർഷങ്ങൾക്കിപ്പുറം നോക്കുമ്പോൾ രാജ്യത്തെ സമ്പന്നരിൽ 5ാം സ്ഥാനത്താണ് സാവിത്രി. ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഏറ്റവും സമ്പന്നയായ വനിതയും സാവിത്രി ജിൻഡാൽ തന്നെ. കോൺഗ്രസ് ടിക്കറ്റിൽ ഹരിയാനയിൽ നിന്ന് മത്സരിച്ച സാവിത്രി 2006 2013 സംസ്ഥാന മന്ത്രിസഭയിലും എത്തി. 2006 റവന്യൂ, ദുരന്ത നിവാരണ, പുനരധിവാസം, പാർപ്പിടം എന്നീ വകുപ്പുകളുടെ സഹമന്ത്രിയും 2013 നഗര തദ്ദേശ മന്ത്രിയുമായി അവർ ഭരണം നടത്തി. ജിൻഡാൽ ഗ്രൂപ്പിലെ സാമൂഹ്യക്ഷേമ പദ്ധതികളുടെയും മേൽനോട്ടം വഹിക്കുന്നത് സാവിത്രി ജിൻഡാലാണ്. എല്ലാവരും ഒരു തൊഴിലിൽ നിന്ന് വിരമിക്കാൻ തിരഞ്ഞെടുക്കുന്ന പ്രായം സാവിത്രി ജിൻഡാലിന് ഒരു കമ്പനിയുടെ മുഴുവൻ ചുമതലകളും ഏറ്റെടുക്കാൻ തയ്യാറാകാനുള്ളതായിരുന്നു.